നല്ല ശക്തി, ദുഷ്ടശക്തി, ഗോഡ്, സ്പിരിച്വാലിറ്റി, ഡിവൈൻ പവർ, ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഡീമൺസ്, സ്പിരിറ്റ്സ്, ഈവിൽ പവർ, ഇതിലും നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. ലോകത്തിലുള്ള എല്ലാ മിത്തോളജിയിലും കൾച്ചറിലും അവർക്ക് അവരുടേതായ ഡീമൺസ്, സ്പിരിറ്റ്സ്, അർബൻ ലെജൻസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടനേകം കഥകളുമുണ്ട്. നമ്മുടെ ഈ കേരളത്തിലും മാടൻ, മറുത, ജിന്ന്, പിശാച് പോലുള്ളവയുടെ ഒട്ടനേകം കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ തന്നെ സ്ലെൻഡർമാൻ, ബ്ലഡി മേരി, ഫേസ്ലെസ് ഗേൾ, സെർബിയൻ ഡാൻസിംഗ് ലേഡി, ഇതേപോലുള്ള പല അർബൻ ലെജൻസിൻ്റെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ജാപ്പനീസ് മിത്തോളജി ഓഫ് ഫോക്ലോറിലെ ഒരു അർബൻ ലെജൻഡാണ് ജിക്കിനിൻകി. ജാപ്പനീസ് മിത്തോളജി അനുസരിച്ച് ഈ അർബൻ ലെജൻഡ് രാത്രികാലങ്ങളിൽ മരണപ്പെടുന്നവരുടെ ശരീരം ഭക്ഷിച്ചായിരിക്കും വിഷപ്പടക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവർ മനുഷ്യരുടെ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ തന്നെ വസിക്കുകയും ചെയ്യും. ജാപ്പനീസ് മിത്തോളജി അനുസരിച്ച് ഒരു മനുഷ്യൻ ശാപം കിട്ടിയാണ് ജിക്കിനിൻകിയായി മാറുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ജാപ്പനീസ് അർബൻ ലെജൻഡായ ജിക്കിനിൻകിയെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ, ലെറ്റ്സ് റോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജിക്കിനിൻകികൾക്ക് മരണമടഞ്ഞവരുടെ ശരീരം ഭക്ഷിച്ചാൽ മാത്രമേ അവരുടെ വിഷപ്പടക്കാൻ സാധിക്കൂ. പകൽ സമയങ്ങളിൽ ഇവ മനുഷ്യർക്കിടയിൽ തന്നെ മനുഷ്യരുടെ രൂപത്തിൽ അധികം സോഷ്യലൈസ് ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്നു. ദൈവികമായ കാര്യങ്ങൾ മോശപ്പെട്ട ചിന്തയിലൂടെ ചെയ്യുന്നവരുടെ ആത്മാക്കളാണ് അടുത്ത ജന്മത്തിൽ ജിക്കിനിൻകികളായി ജന്മമെടുക്കുന്നതെന്നാണ് ജാപ്പനീസ് മിത്തോളജിയിലെ വിശ്വാസം. ജിക്കിനിൻകികളൊന്നും തന്നെ അവരുടെ എക്സിസ്റ്റൻസിലോ പ്രവൃത്തിയിലോ സന്തോഷവാന്മാരല്ലായിരിക്കും. മറിച്ച് ഇതെല്ലാം അവർക്ക് ഒരു ശാപത്തിൻ്റെ ഫലമായി ചെയ്യേണ്ടി വരുന്നതാണ്. ജാപ്പനീസ് മിത്തോളജി അനുസരിച്ച് എങ്ങനെയാണ് ഒരു ആത്മാവ് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ജിക്കിനിൻകിയെ ജന്മമെടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ മൂക്കോ കൊക്കുഷി എന്നു പേരുള്ള ഒരു ബുദ്ധ സന്യാസി തൻ്റെ യാത്രക്കിടയിലൂടെ മ്യൂനോ പ്രൊവിൻസർ എന്ന് പറയുന്ന ഒരു വനപ്രദേശത്തു കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്പദൂരം ചെന്നു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വഴി തെറ്റി എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ശരിയായ വഴി കുറേ നേരം അന്വേഷിച്ചിട്ടും മൂക്കോയ്ക്ക് ആ വഴി കണ്ടെത്താൻ ആയിരുന്നില്ല. അപ്പോഴേക്കും സമയം സൂര്യൻ അസ്തമിക്കാറായിരുന്നു. വനപ്രദേശമായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ അതുവഴിയുള്ള സഞ്ചാരം സുരക്ഷിതമല്ല എന്ന് മൂക്കോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് താൻ നിൽക്കുന്നതിന് കുറച്ചകലെയായി ചെറിയൊരു കൂടാരം മൂക്കോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്പനേരം നടന്ന് മൂക്കോ ആ കൂടാരത്തിനടുത്തെത്തി. ആ കൂടാരത്തിലായി ഒരു വൃദ്ധനായ സന്യാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂക്കോ അദ്ദേഹത്തോട് ഇന്ന് രാത്രി തന്നെ കൂടി അവിടെ കിടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ആ വൃദ്ധനായ സന്യാസി മൂക്കോയെ അവിടെ കിടത്താൻ പറ്റില്ല എന്ന് പറയുകയും തൻ്റെ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയും മൂക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ തന്നെ ആ വൃദ്ധ സന്യാസി പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് മൂക്കോ ആ ഗ്രാമത്തിലെത്തിപ്പെട്ടു. താനൊരു സന്യാസി ആയതുകൊണ്ട് തന്നെ മൂക്കോയെ ആ ഗ്രാമത്തലവൻ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ മൂക്കോയ്ക്ക് വിശ്രമിക്കാൻ ചെറിയൊരു മുറിയും അവർ ഒരുക്കി കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം മൂക്കോ ഉറങ്ങാൻ കിടന്നു. എന്നാൽ രാത്രി ആയപ്പോഴേക്കും ആരൊക്കെയോ കരയുന്ന ശബ്ദം കേട്ട് മൂക്കോ ഉറക്കമെണീച്ചു. എന്താണെന്ന് തിരക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗ്രാമത്തലവൻ മൂക്കോയുടെ മുറിയിലേക്ക് കയറി വന്നിരുന്നു. അദ്ദേഹം മൂക്കോയോട് പറഞ്ഞു, ആ ഗ്രാമത്തിൽ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന്. മാത്രമല്ല തങ്ങളുടെ ഗ്രാമത്തിന് ഒരു ശാപമുള്ളതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ട ആളുടെ ശരീരം ഒരു രാത്രി മുഴുവനും ഗ്രാമത്തിൽ ഉപേക്ഷിച്ച് ആ ഗ്രാമത്തിലുള്ള മറ്റെല്ലാവരും ആ രാത്രി അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസിക്കുമെന്ന്. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരുടെ ഗ്രാമത്തിന് നിർഭാഗ്യവും മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നുള്ള ശല്യവും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. മൂക്കോ ഒരു സന്യാസി ആയതുകൊണ്ട് തന്നെ അവരുടെ അഭ്യർത്ഥന മാനിക്കുകയും അവരോടെല്ലാവരോടും ആ രാത്രി ആ ഗ്രാമം വിട്ട് പൊക്കോളാനും പറയുന്നു. കൂടാതെ ആ ഗ്രാമത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മൂക്കോ ആ മരണമടഞ്ഞ ആളുടെ ശരീരത്തിന് കാവലിരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗ്രാമത്തിലുള്ളവരെല്ലാം അവിടെ നിന്ന് പോയി. മൂക്കോ ആ മൃതശരീരത്തിനടുക്കൽ ചെന്നിരുന്ന് ധ്യാനിക്കാനും തുടങ്ങി. അങ്ങനെ 3-4 മണിക്കൂറിന് ശേഷം എന്തോ ഒന്ന് താനിരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നതായി മൂക്കോയ്ക്ക് തോന്നുകയാണ്. മാത്രമല്ല എന്തോ ഒരു ശക്തി തന്നെ താൻ ഇരിക്കുന്നിടത്തു നിന്ന് അനങ്ങാനാവാതെ ബന്ധിച്ചിരിക്കുന്നുവെന്നും മൂക്കോ തിരിച്ചറിയുകയാണ്. കണ്ണു തുറന്ന മൂക്കോ കാണുന്നത് വളരെ വികൃതമായ രൂപമുള്ള ഒരു ഡാർക്ക് ഫിഗർ ആ മുറിയിലേക്ക് കയറി വരികയും തൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവിടെ കിടന്നിരുന്ന ആ മരണമടഞ്ഞ ആളുടെ ശരീരമെടുത്ത് കടിച്ചു തിന്ന ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും
പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട മൂക്കോ വളരെയധികം അത്ഭുതപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലുള്ളവരെല്ലാം തിരികെ വന്നപ്പോൾ മൂക്കോ ആ രാത്രി താൻ അവിടെ കണ്ട കാര്യം അവരോട് പറയുകയാണ്. എന്നാൽ മൂക്കോ പറയുന്നത് കേട്ട ഗ്രാമത്തിലുള്ള ആരും തന്നെ അത്ഭുതപ്പെടുന്നില്ല. കാരണം അവർക്കെല്ലാം ഇത് നേരത്തെ അറിയാമെന്നും ഈ ഒരു കാര്യം വർഷങ്ങളായി സംഭവിച്ചു വരുന്നുവെന്നും മൂക്കോയോട് ഗ്രാമത്തലവൻ പറഞ്ഞു. ആ ഡാർക്ക് ഫിഗർ ഒരു ഈവിൾ സ്പിരിറ്റ് ആണെന്നും അതിൻ്റെ പ്രസൻസിൽ അവിടെ നിന്നാൽ അവിടെ ഉള്ളവരെയും കൂടി അത് തിന്നുമോ എന്ന പേടിയിലാണ് അവരാരും അവിടെ നിൽക്കാത്തതെന്നും മൂക്കോയോട് ഗ്രാമത്തലവൻ പറയുകയാണ്. തന്നെ ആ ഡാർക്ക് ഫിഗർ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മൂക്കോയ്ക്ക് മനസ്സിലായിരുന്നില്ല. മൂക്കോ ആ ഗ്രാമത്തിലുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മലയുടെ മുകളിലെ കൂടാരത്തിൽ താമസിക്കുന്ന വൃദ്ധസന്യാസിയോട് സഹായം ചോദിക്കാഞ്ഞത്? ഇത് കേട്ട ഗ്രാമത്തലവൻ മൂക്കോയോട് പറയുകയാണ്, അവിടെയെങ്ങും അങ്ങനെ ഒരു സന്യാസിയുള്ള കാര്യം അവർക്കാർക്കും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സന്യാസി താമസിച്ചിരുന്നു. എന്നാൽ അയാൾ മരിച്ചുപോയിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ മലയുടെ മുകളിലൊരു കൂടാരമൊന്നും ആ ഗ്രാമത്തിലുള്ള ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. ഇത് കേട്ട മൂക്കോ വളരെയധികം അതിശയപ്പെടുകയാണ്. ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട മൂക്കോ താൻ ഇന്നലെ കണ്ട ആ വൃദ്ധസന്യാസിയുടെ കൂടാരം തിരയാൻ തുടങ്ങി. കുറച്ചു നേരം തിരഞ്ഞ ശേഷം മൂക്കോ ആ കൂടാരം കണ്ടെത്തുകയാണ്. അവിടേക്ക് ചെന്ന മൂക്കോയെ ഇത്തവണ ആ വൃദ്ധസന്യാസി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ മൂക്കോയോട് ആ വൃദ്ധൻ മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങി. മൂക്കോ കരുതിയത് ഇന്നലെ രാത്രി തനിക്ക് കൂടി അവിടെ കിടക്കാൻ ഇടം തരാത്തതിനാകും വൃദ്ധൻ മാപ്പ് ചോദിക്കുന്നതെന്നാണ്. എന്നാൽ ആ വൃദ്ധൻ മൂക്കോയോട് പറഞ്ഞു, അങ്ങെന്നോട് ക്ഷമിക്കുക. ഇന്നലെ രാത്രി അങ്ങയുടെ മുന്നിൽ വെച്ച് ആ ശരീരം എനിക്ക് ഭക്ഷിക്കേണ്ടി വന്നു. ഞാൻ കാരണം ആ നീചമായ പ്രവൃത്തി അങ്ങയ്ക്ക് കാണേണ്ടിയും വന്നു. അങ്ങെന്നോട് ക്ഷമിക്കുക. ഇത് കേട്ട മൂക്കോ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി പോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ മൂക്കോ അവിടെ തന്നെ നിന്നു. ആ വൃദ്ധൻ തൻ്റെ കഥ മൂക്കോയോട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഇതേ ഗ്രാമത്തിലെ ഒരു പൂജാരിയായിരുന്നു. ഗ്രാമത്തിൽ മറ്റു പൂജാരിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാ റിച്വൽസും താൻ തന്നെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. എന്നാൽ പതിയെ പതിയെ തൻ്റെ ഉള്ളിൽ ദുരാഗ്രഹം ഉണ്ടാവുകയും കർമ്മങ്ങളും പൂജകളുമെല്ലാം പണത്തിനും സമ്മാനത്തിനും വേണ്ടി മാത്രം താൻ ചെയ്യാനും തുടങ്ങിയിരുന്നു. പിന്നീട് പണവും സമ്മാനവും ഒന്നും നൽകാത്തവരുടെ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യാതെയായി. പണം നൽകിയില്ലെങ്കിൽ മരണമടഞ്ഞ ശരീരത്തിന് വേണ്ട കർമ്മങ്ങളും ക്രിയകളും ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചിരുന്നു. എൻ്റെ ഈ ദുഷ്കർമ്മങ്ങളെല്ലാം കാരണം ഞാൻ മരണമടഞ്ഞ ശേഷം ശാപം നൽകി ജികിനിൻകിയായി വീണ്ടും ഞാൻ ഇതേ സ്ഥലത്ത് ജന്മമെടുത്തു. ഇന്ന് വർഷങ്ങളായി ഈ ശാപം ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ജികിനിൻകിക്ക് തങ്ങളുടെ അടങ്ങാത്ത വിശപ്പും വേദനയും മാറ്റാൻ വേണ്ടി മൃതദേഹങ്ങൾ ഭക്ഷിക്കേണ്ടി വരുന്നു. അവർക്ക് വേറൊരു മാർഗവുമില്ല. ഇത്രയും പറഞ്ഞ ശേഷം ആ വൃദ്ധസന്യാസി മൂക്കോയോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ശാപത്തിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും മുക്തനാക്കുക. ഇതിനുശേഷം ആ വൃദ്ധസന്യാസിയും ആ കൂടാരവും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. തിരിഞ്ഞു നോക്കിയ മൂക്കോ കണ്ടത് ആ കൂടാരം നിന്നിരുന്നിടത്ത് ഗൗരിനിഷി എന്നു പേരുള്ള ഒരു സന്യാസിയെ അടക്കം ചെയ്തിരുന്നു. മൂക്കോയ്ക്ക് ആ ജിക്കിനിൻകിയായി മാറിയ സന്യാസി തന്റെ തെറ്റിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ സന്യാസിയെ തന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ലോക്കൽ ലെജൻസ് പറയുന്നത് ജിക്കിനിൻകി ആ ഗ്രാമത്തിലൊരു മരണം നടക്കുമെന്ന് അറിഞ്ഞിരുന്നു കൊണ്ടാണ് മൂക്കോയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ്. കാരണം മൂക്കോയുടെ മുന്നിൽ വെച്ച് ആ മൃതശരീരം തിന്ന ശേഷം മൂക്കോയ്ക്ക് ജിക്കിനിൻകികൾക്ക് അവരുടെ ശാപം കാരണം എത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിലൂടെ മൂക്കോയിൽ നിന്ന് ശാപമോക്ഷം നേടുകയും എന്നതായിരുന്നു ജിക്കിനിൻകിയുടെ ഉദ്ദേശം. കാരണം ഒരു സന്യാസിക്ക് മനസ്സിലാകും, മരണമടഞ്ഞ ഒരാളുടെ ശരീരത്തെ അതിൻ്റെതായ രീതിയിൽ അടക്കം ചെയ്തില്ല എങ്കിൽ ആ ആത്മാവിന് ഒരിക്കലും ശാപമോക്ഷം ലഭിക്കില്ല എന്ന്. ഇതുകൊണ്ട് തന്നെ ജിക്കിനിൻകിക്ക് മൂക്കോ ശാപമോക്ഷം കൊടുക്കുമെന്നും ജിക്കിനിൻകിക്ക് അറിയാമായിരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.